ഈമാൻ. അമൂല്യമായതെന്തും അവന്റെ മാർഗത്തിൽ ത്യജിച്ചും അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചും നാഥനിൽ പൂർണ്ണമായി അലിഞ്ഞു ചേരുക. ശാശ്വത മോക്ഷം നേടാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ലോകത്തിന് മുന്നിൽ ഉത്തമമായ ഒരു ജീവിത മാതൃകയുണ്ട്. ത്യാഗസുരഭിലവും ആദർശനിഷ്ഠവുമായ ഇബ്രാഹിം നബിയുടെ ജീവിതം. സ്വപ്നം ദർശിച്ചതും ബലിയറുക്കാൻ സന്നദ്ധനാകുന്നതും അവസാന നിമിഷം എത്തുന്ന അല്ലാഹുവിന്റെ സന്ദേശവും. വലിയ പെരുന്നാൾ ആഘോഷങ്ങളിലാണ് ലോകം. പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മുൻപിൽ പതറാതെ നിൽക്കണമെന്ന പാഠം സന്ദേശമായ ഉത്സവം. മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാല ഹൃദയമുള്ള ഭൂലോകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിക്കലാണോ നമ്മൾ? അങ്ങനെ ചിന്തിച്ചാൽ തെറ്റില്ല. 3 വർഷമായി തുടരുന്ന യുദ്ധം പ്രത്യക്ഷത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലാണെങ്കിലും മോസ്കോയും നാറ്റോയും തമ്മിലുള്ള നിഴൽ യുദ്ധമാണത്. പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയുമാണ് യുക്രൈന്റെ ബലം. ആയുധശേഷി കൊണ്ടും കരുത്തുകൊണ്ടും ലോകത്ത് മുൻനിരയിലുള്ള റഷ്യ വിറങ്ങലിച്ചു നിന്നു കഴിഞ്ഞ വാരം. യുക്രൈന്റെ ഓപ്പറേഷൻസ് സ്പൈഡേഴ്സ് വെബ് ക്ഷമയോടെ വല നെയ്ത് ശത്രുവിനെ അഴിക്കാൻ പറ്റാത്ത കുരുക്കിലാക്കിയ യുദ്ധതന്ത്രം. ചരിത്രഗാഥകളിൽ ട്രോയ് നഗരം കീഴടക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിച്ച ട്രോജൻ വിദ്യ, അത് ന്യൂജൻ കാലത്തും ഔട്ട്ഡേറ്റഡ് അല്ല. മരക്കുതിരകൾക്കുള്ളിൽ പടയാളികളെ ഒളിപ്പിച്ചു കടത്തിയ ഗ്രീക്ക് തന്ത്രം കാലം മാറിയതോടെ കാലാൾപ്പടയും മാറി. സാങ്കേതിക വിദ്യ വികസിച്ചതോടെ തടിപ്പെട്ടികളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളായെന്ന് മാത്രം. പുടിന്റെ റഷ്യ അമ്പരന്ന് നിന്ന വാരമാണ് കടന്നുപോയത്. ചിലന്തി വല നെയ്യുന്ന പോലെ സമയമെടുത്ത് ആസൂത്രണം. യുക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. റഷ്യൻ ചാരസംഘടനകളെ, സൈന്യത്തെ, മറ്റ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച് റഷ്യയ്ക്കുള്ളിൽ യുക്രൈൻ നടത്തിയ അവിശ്വസനീയ പ്രഹരം. 1.5 വർഷത്തെ ആസൂത്രണത്തിലൂടെ യുക്രൈൻ സുരക്ഷാ ഏജൻസിയായ SBU നടത്തിയ ഓപ്പറേഷൻ. കരമാർഗം സ്ഫോടക വസ്തുക്കൾ നിറച്ച 117 ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ. ഇവ ട്രക്കുകളിൽ റഷ്യൻ അതിർത്തി കടത്തി. ട്രക്കുകളിൽ ഡ്രോണുകൾ സൂക്ഷിച്ചത് തടിപ്പെട്ടികളിൽ. തടിപ്പെട്ടികളുടെ വാതിൽ തുറക്കാനുള്ള സംവിധാനം നിയന്ത്രിച്ചത് യുക്രൈനിൽ. AI സാങ്കേതിക വിദ്യയിലൂടെ വാതിലുകൾ തുറന്നപാടെ ഡ്രോണുകൾ റഷ്യൻ വ്യോമത്താവളത്തിലേക്ക്. റഷ്യയുടെ പഴയ തലമുറ ബോംബർ വിമാനങ്ങൾ തകർത്തു. ആദ്യ തലമുറ ആണവ ബോംബുകളെ വഹിക്കാൻ ഉപയോഗിച്ചിരുന്ന തുപ്പലേവ് സീരീസിലെ 2 വിമാനങ്ങൾ തകർന്നു. 70കളിലെ യുദ്ധവിമാനമായ ബെറിയേവ് A-50 വിമാനങ്ങളും തകർത്തു. റഷ്യയുടെ 40ലേറെ ബോംബർ വിമാനങ്ങൾ തകർത്തെന്നാണ് യുക്രൈന്റെ അവകാശവാദം. റഷ്യയ്ക്ക് ആകെ $200 കോടി നാശനഷ്ടം. യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈൻ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോണാക്രമണമായിരുന്നു ജൂൺ 1 വെറുതെയല്ല, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടായിരുന്നു പ്രത്യാക്രമണം. ഒറ്റയ്ക്ക് നടപ്പാക്കിയ ഓപ്പറേഷൻ എന്നാണ് യുക്രൈന്റെ അവകാശവാദം. പക്ഷേ സംശയമുന പലതിലേക്കും നീളുന്നു. ബ്രിട്ടൻ യുക്രൈനെ സഹായിച്ചോ? ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അതിനൂതന സംവിധാനങ്ങളാണ് യുക്രൈനെ സഹായിച്ചതെന്നാണ് ബ്രിട്ടനിലെ റഷ്യൻ അംബാസിഡർ ആൻഡ്രി കെലിൻ പറയുന്നത്. തെളിവുകളൊന്നുമില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിട്ടനിലെ റഷ്യൻ അംബാസഡർ ആൻഡ്രി കെലിൻ പറഞ്ഞത് യുക്രൈന് സുപ്രധാനമായ രഹസ്യവിവരങ്ങൾ കൈമാറിയത് ബ്രിട്ടനാണെന്നാണ്. യുക്രൈന് സ്വന്തമായി ഇത്ര വലിയൊരു ആക്രമണത്തിന് കഴിയില്ല. റഷ്യയുടെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിൽ പങ്കില്ലെന്ന് US വ്യക്തമാക്കി കഴിഞ്ഞു. ബ്രിട്ടന് എന്തുകൊണ്ടാണ് മൗനം എന്നാണ് റഷ്യയുടെ ചോദ്യം. യുക്രൈന് സ്വന്തമായി ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ സഹായം നൽകരുതെന്ന് ജർമ്മനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു.
സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ ശക്തികൾ തകർക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ റഷ്യ ഉന്നയിച്ച വിമർശനം. ബ്രിട്ടന്റെ ചില മുന്നൊരുക്കങ്ങൾ എന്തിന്റെയെങ്കിലും സൂചനയാണോ? രാജ്യത്ത് പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്ന 6 ഫാക്ടറികൾ നിർമ്മിക്കാനാണ് തീരുമാനം. ബ്രിട്ടീഷ് സായുധ സേനയുടെ ശക്തി കൂട്ടാനായി കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കപ്പലുകളെയും എയർക്രാഫ്റ്റുകളെയും ടാങ്കുകളെയും സൈന്യത്തെയും ഏത് സാഹചര്യവും നേരിടാൻ ബ്രിട്ടൻ പരുവപ്പെടുത്തുന്നത് എന്തിനാണ്? കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 1.25 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. ആ കോളിൽ പുടിൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: യുക്രൈന്റെ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകും. Sometimes you're better off letting them fight for a while and then pulling them apart. യുക്രൈനും റഷ്യയും തമ്മിൽ കുറച്ചു കാലം കൂടി യുദ്ധം തുടരുന്നതാണ് നല്ലതെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നു. റഷ്യ രണ്ടും കൽപ്പിച്ചാണ്. തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. 400 ഡ്രോണുകളും ബാലിസ്റ്റിക് ഉൾപ്പെടെ 40-ലധികം മിസൈലുകളും റഷ്യ ഒറ്റ രാത്രി പ്രയോഗിച്ചെന്ന് സെലൻസ്കി തന്നെ പറയുന്നു. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണെന്ന് ലോകം കരുതിയപ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. സമാധാന ചർച്ചയുടെ 2ാം റൗണ്ട് തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബുളിൽ നടക്കാനിരിക്കെയായിരുന്നു ആക്രമണം. സമാധാന ചർച്ചകൾ പുതിയ പശ്ചാത്തലത്തിൽ അനിശ്ചിതത്വത്തിലായി. നാശനഷ്ടങ്ങളല്ല, നാണക്കേട് റഷ്യക്ക് സഹിക്കാനാവില്ല. നാണക്കേട് ഇന്ധനമായാൽ പ്രതികാരത്തിന് പ്രഹരശേഷിയും കൂടും. അതിൽ ലോകത്തിന് തന്നെ ആശങ്കയുണ്ട്.